എല്ലാ തിന്മയുടെയും കേന്ദ്രം യൂറോപ്പാണ്. ഇത് എൻ്റെ 20 കൊല്ലത്തെ പഠനമാണ്. 20 കൊല്ലം ഞാൻ ഇത് പഠിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിന് വലിയൊരു ഭാഗവും ചെലവഴിച്ചത് യൂറോപ്പ് എങ്ങനെയാണ് ലോകത്തെ നശിപ്പിച്ചത് എന്നതാണ്. അത് തൗഫീഖായിരിക്കാം, അല്ലാതെ മൂത്തയെടുത്ത് കിടക്കുന്ന എന്നെ അത് പഠിക്കാൻ എന്താ പ്രേരിപ്പിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. യൂറോപ്പ് കൊണ്ട് ലോകത്തിനുണ്ടായിട്ടുള്ള തിന്മകളെ മനസ്സിലാക്കിയെടുക്കാനാണ് ഞാൻ എൻ്റെ ആയുസ്സിലെ ഇപ്പോൾ ഈ 20 വർഷവും നിരന്തരം 20 വർഷം നിരന്തരം അതിൻ്റെ പഠനം തന്നെയാണ് ഞാൻ നടത്തിയത്. അതിനൊരു കാരണം എന്തെന്നാൽ ഇപ്പോൾ അത് പഠിക്കേണ്ട ഒരു കാലമാണ്. എന്തുകൊണ്ട്? യൂറോപ്യൻ സംസ്കാരം ലോകത്തെ വിഴുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ലോകത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏഷ്യൻ സംസ്കാരം ഇന്ന് ലോകത്തില്ല. ആഫ്രിക്കൻ സംസ്കാരം എന്ന പേരിലും ഒരു സംസ്കാരമില്ല. ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യൻ സംസ്കാരം ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഇന്ത്യക്കാരെ പറ്റി പഠിക്കാറുണ്ടോ? ഇല്ല. എന്താ പഠിക്കണത്? ഇപ്പൊ നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 65% നമ്മൾ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുക. നമ്മൾ കൊടുക്കുന്ന നികുതിയുടെ 65% വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കണം. എന്നിട്ടോ ഭംഗ്യന്തരേണ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറിപ്പോകും എന്ന് പറഞ്ഞാൽ എന്നല്ലാതെ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂൾ തലം മുതൽ പ്രൈമറി സ്കൂൾ തലം മുതൽ വലിയ വലിയ ഉന്നതമായ IAS IPS വരെ പഠിക്കുമ്പോൾ കുട്ടികൾ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നത് അപൂർവം സ്റ്റേജുകളിൽ മാത്രമാണ്. പഠിക്കുന്നത് മുഴുവനും യൂറോപ്പിനെ പറ്റിയാണ്. യൂറോപ്പിൻ്റെ ചരിത്രം, യൂറോപ്പിൻ്റെ സംസ്കാരം, യൂറോപ്പിലെ ചിന്തകന്മാർ, യൂറോപ്പിൻ്റെ ഐഡിയോളജികൾ, യൂറോപ്പിൻ്റെ ഫിലോസഫികൾ, ഇതന്നെ പഠിക്കുക. ഇതാണ് സത്യത്തിൽ വിഴുങ്ങൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണം പറയാം. ഒരു ഇന്ത്യൻ ചിന്തകനാണല്ലോ ചാണക്യൻ. ആൻ എക്സാമ്പിൾ, ചാണക്യൻ ഒരു ഇന്ത്യൻ ചിന്തകനാണ്, ഒരു ഹൈന്ദവ ചിന്തകനാണ്, ഒരു ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യക്ക് വെക്കാവുന്ന ഒരു വലിയ ഉന്നതനായ ചിന്തകനാണ് ചാണക്യൻ. നമ്മുടെ നാട്ടിൽ ചാണക്യൻ എന്ന് പറഞ്ഞൊരു വലിയ ചാണക്യനാണ് എന്നൊക്കെ പറഞ്ഞൊരു ഭാഷ തന്നെയുണ്ട്. വലിയ ആളൊരു ചാണക്യനാണ് എന്ന് പറഞ്ഞൊരു ശൈലി തന്നെ നമ്മുടെ നാട്ടിൽ. അത് പഴയ കാലത്തൊരു വാക്കിങ്ങനെ കയറി വന്നതാണ് ഈ ചാണക്യൻ. എന്നാൽ കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക, നമ്മൾ പ്രൈമറി തലം മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചാണക്യൻ ആരാന്ന് ചോദിക്കുക, കുട്ടിക്കറിയില്ല. ചാണക്യൻ ആരാന്ന് നമ്മളെ കുട്ടികൾക്ക് അറിയൂല. അതേസമയത്ത് അരിസ്റ്റോട്ടിൽ ആരാണെന്ന് ചോദിക്കുക, അത് കുട്ടിക്കറിയും. എന്തുകൊണ്ട്? അരിസ്റ്റോട്ടിൽ യൂറോപ്പിൻ്റെ സമ്പാദ്യമാണ്, ചാണക്യൻ ഇന്ത്യക്കാരുടേതാണ്. നമ്മുടെ ആളെ നമുക്കറിയില്ല. ആ രൂപത്തിൽ ഞാൻ അവിടെ തിരിച്ചു വരാം. ആ രൂപത്തിൽ യൂറോപ്യൻ സംസ്കാരം ലോക സംസ്കാരങ്ങളെ വിഴുങ്ങിയ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പഠിക്കൽ വളരെ ആവശ്യമാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ട്. കുട്ടിക്കാലം മുതലേ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേഴ്സണാലിറ്റിയെ മുസ്ലിം ലോകം പരിചയപ്പെടുത്തിയ രീതി എനിക്ക് ഒരു കാലത്തും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയല്ല. കാരണം ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചറാണിത്. അല്ലാതെ ആരല്ല, മക്കാരോട് തല്ലിവിടാൻ വന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ. മക്കാരായ 4 ആളുകളോട് പിടുത്തം കൂടാൻ വേണ്ടി വന്ന ഒരാൾ എന്ന രൂപത്തിലാണ് നബി അവതരിപ്പിക്കാറുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ മലയാളത്തിൽ ഒരു 20-25 കൊല്ലത്തിനുള്ളിൽ രാവും പകലും എന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തിയ ആൾ ഞാനായിരിക്കും. എൻ്റെ റബ്ബ് എനിക്കെന്ന് അനുഗ്രഹത്താൽ ഈ കഴിഞ്ഞ 20-25 കൊല്ലത്തിനുള്ളിൽ എന്നെപ്പോലെ പ്രഭാഷണം നടത്തിയ ഒരാൾ കേരളത്തിൽ വേറെ ഉണ്ടായിക്കോണം എന്നില്ല. ഇതൊരു തൗഫീഖാണ്. ഇപ്പോൾ ഇന്നലെ പ്രസംഗം നടത്തി 2-3 പ്രസംഗങ്ങൾ ഇന്നലെ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഇന്നെത്രയെന്ന് അറിയില്ല, നാളെ അങ്ങനെ തന്നെയാണ്. ഇപ്പം സമൂഹത്തിൽ നിന്നൊക്കെ പൊതുവെ ഒരു ഉൾവലിഞ്ഞ ഒരാളാണ് ഞാനിപ്പോൾ. വളരെ ബാക്കിൽ പോയി നിന്നിട്ട് ലോകത്തെ നോക്കി കാണുന്നൊരു ശൈലിയാണ് ഇപ്പം എനിക്ക്. എന്നിട്ട് പോലും ഒരു ദിവസം 3-4 പ്രസംഗം നടത്തുന്ന ആളാണ് ഇപ്പോഴും. ഒരു 16 മണിക്കൂറൊക്കെ ഫുള്ള് പ്രസംഗം നടത്തിയ കാലവും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയുണ്ട്. അതിൻ്റെ അപ്പുറം ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പറഞ്ഞ ഉൾക്കൊള്ളൂല എന്നതുകൊണ്ട് ഞാൻ പറയാതിരിക്കുക. എന്നിട്ട് ബദർ യുദ്ധത്തെക്കുറിച്ചുള്ള എൻ്റെ സ്പീച്ച് വളരെ കുറവാണ്. എന്തുകൊണ്ട്? എനിക്ക് ഈ ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മളെ ആംഗിളിൽ മുസ്ലിം ലോകം അതിനെ പരിചയപ്പെടുത്തിയ ആംഗിൾ എനിക്ക് തലേ കയറൂല. അതല്ല നിൻ്റെ മനസ്സിനോട് പറയും. ബദർ യുദ്ധത്തിൻ്റെ മഹത്വത്തെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. ബദർ യുദ്ധത്തിനൊരു മഹത്വമുണ്ട്. എന്താണ് മഹത്വം? ആരും സഹായിക്കാനില്ലാത്ത കാലത്ത്
വിജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു കാലത്ത് അള്ളാഹുവിൻ്റെ പക്ഷത്ത് നിന്ന് റസൂലിനെ സഹായിച്ചു. ആ ആളുകൾക്കൊരു വെയിറ്റ് വെല്ലുണ്ട്, ആ ആളുകൾക്കൊരു സ്റ്റാൻഡുണ്ട്. ആ ആളുകളെപ്പോലെ നിലപാടെടുത്തവർ ജനത പിന്നീട് തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നീട് ആരൊക്കെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും അവരാണ് അതിന് മാനദണ്ഡം. കാരണം അവർക്ക് ജയിക്കുമെന്ന ഒരു പ്രതീക്ഷയുമില്ല, തോൽക്കുന്ന പ്രതീക്ഷ, കൊല്ലപ്പെടുമെന്ന പ്രതീക്ഷ. ബദർ യുദ്ധത്തിന് പുറപ്പെടുന്ന സ്വഹാബികൾ പുറപ്പെടുന്നതിന് മുമ്പ് ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ഞാൻ നിന്നെ തൊലാക്കില്ല, നിനക്ക് കുറഞ്ഞ സമയം കൊണ്ട് മറ്റൊരാൾ ഭാര്യയാകാം, അതേ സമയത്ത് പിന്നെ ഞാൻ മരണപ്പെട്ടു പോയി, നിനക്ക് ദുഃഖവും പ്രയാസവും അതൊക്കെ എന്തിനാണ് അനുഭവിക്കുന്നത്, പിന്നെ വലിയൊരു നീണ്ട യുദ്ധ അതൊന്നും വേണ്ട, ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ തൊലാക്കൽ തരാം. എന്തുകൊണ്ട്, എന്താണ് അവരെന്ന് അങ്ങനെ പറഞ്ഞു? അവർക്ക് തിരിച്ചു വരുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല. അപ്പൊ അതാണ് മതത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഇന്റേണൽ പൊളിറ്റിക്സിൽ അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എന്ത്? സമർപ്പണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിൽ ചാടാൻ തയ്യാറായി എന്നുള്ളതൊരു സമർപ്പണമാണ്. അതിൻ്റെ മറ്റൊരു രീതിയാണിത്. കുട്ടീനെ അറക്കാൻ തയ്യാറായി എന്നുള്ളത്, കുട്ടീനെ അറക്കാൻ എന്നുള്ള സമർപ്പണമാണ് അവിടെ വിഷയം. അതാണ് ബദർ യുദ്ധം. അല്ലാതെ അബൂജഹലിനെ കൊന്നു എന്നുള്ളതല്ല. ഈ അബൂജഹൽ എന്ന ആരാ? അബൂജഹൽ എന്ന് പറഞ്ഞാൽ അയാളെ ഒരു നബിയുടെ ശത്രുവായി കാണാൻ പറ്റും. അയാൾക്ക് നബി വലിയൊരു വിഷയമാകും. നബിക്ക് അയാൾ വലിയൊരു വിഷയമല്ലല്ലോ. ബോംബിട്ടാൽ ഈച്ച ചാവും. അപ്പൊ ഈച്ചയെ സംബന്ധിച്ചിടത്തോളം ബോംബ് വലിയ പ്രശ്നമാണ്, ബോംബിന് ഈച്ച പ്രശ്നമാണ്. എന്താണ് നിങ്ങളോ മനസ്സിലായില്ല? ബോംബിട്ടാൽ ഈച്ച ചാവും. ബോംബിട്ടാൽ പലരും ചാവുന്ന കൂട്ടത്തിൽ ആരും ചാവും. അപ്പൊ ഈച്ചയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ആര്? ബോംബിനോ? ബോംബിന് ഈച്ച ഒരു ചർച്ചയാണ്. അതിൽ കുറച്ച് ഈച്ചകളും ചത്തു എന്ന് പിറ്റേന്ന് പത്രത്തിൽ വായിക്കുമ്പോഴാണ് ബോംബിന്റെ വിവരം അറിയുന്നത്. ബോംബ് പിറ്റേന്ന് രാവിലെ പത്രം നോക്കി, എന്തായിരുന്നു ഇന്നലെ എൻ്റെ കളിയിൽ എന്താ സംഭവിച്ചത്? അപ്പോൾ അതിൽ പലതും എഴുതിയ കൂട്ടത്തിലുണ്ട് 1500 ഈച്ചകൾ ചത്തു. അപ്പോൾ ബോംബ് ഈച്ചയും ചത്തോ? ഈച്ച ചത്ത വിവരം ബോംബ് പത്രം വെച്ചപ്പോൾ അറിയുന്നത്. അതേസമയം ഈച്ചക്ക് ബോംബ് പ്രശ്നമാണ്, ബോംബിന് ഈച്ച പ്രശ്നമല്ല. നമ്മൾ നബിയെ വലുതാക്കി പറഞ്ഞിട്ട് നബിയാണ് ചെറുതാക്കി. അബൂജഹൽ റസൂലുള്ളാഹിയുടെ വിഷയമാണ്. ഈ മക്കത്തെട്ടാവട്ടത്തിൽ മക്കതും ഷാമും യമനിലും ഒരു കച്ചവടത്തിന് പോയ ഒരു ചട്ടമ്പി, ഇതൊക്കെ റസൂലുള്ളാഹിയുടെ വിഷയം തന്നെയാണോ? അയാൾ നേതൃത്വം നൽകിയ ബദർ യുദ്ധം വല്ലതുമാണോ? ഇതൊക്കെ നമ്മൾ ഇനി ദോഷം നോക്കാൻ നടക്കുന്ന ആൾ കുറച്ച് അവരെ പറ്റി നമ്മൾ ചർച്ചയില്ല. അവർക്ക് അന്തല്ല, അള്ളാഹിൻ്റെ കോടതിയിലുണ്ടാവുള്ളൂ. അപ്പൊ ഈ അബൂജഹലിനോട് മൽപ്പിടുത്തത്തിന് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇവർ അവതരിപ്പിക്കൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽ തലേ കയറൂല. എന്തുകൊണ്ട്? എനിക്ക് മനസ്സിലാവും അതല്ല നബി, അതല്ല. പിന്നെ നമ്മൾ അബൂജഹലിനെ കാണണ്ടുണ്ട്. അബൂജഹലിനെ കാണണ്ടുണ്ട്. എൻ്റെ പേരെന്താ? വാഹിദ്. എൻ്റെ പേര് അബ്ദുൽ വാഹിദ്. വാഹിദ് എന്ന് വിളിക്കും, അബ്ദുൽ വാഹിദ് അല്ലേ? അപ്പം എൻ്റെ പേര് അബ്ദുൽ വാഹിദ്. എവിടെ എൻ്റെ നാട്? എടവണ്ണപ്പാറ. നല്ല നാടാണ്, കുഴപ്പമില്ല. അപ്പം എടവണ്ണപ്പാറ നിന്ന് അബ്ദുൽ വാഹിദ്. ഇതിപ്പോൾ അബ്ദുൽ വാഹിദ് എടവണ്ണപ്പാറയല്ല, അബ്ദുൽ വാഹിദ് എന്ന ഒരാൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാണ്. എൻ്റെ യാത്രയിലും എൻ്റെ പഠനത്തിലും എൻ്റെ അധ്വാനത്തിലും ഞാൻ നിനക്ക് വേണ്ടി എന്നെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമാണ്. ഞാൻ ചെറുതാകുകയാണ്. ഇപ്പം നിനക്കെതിരാകാൻ വേണ്ടി അബ്ദുൽ വാഹിദിനോട് മൽപ്പിടുത്തത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുമ്പോഴെന്ന് പറഞ്ഞാൽ എനിക്കതൊരു ചെറുതാകല. കാരണം ഞാൻ ആരാണ്? ഞാൻ ഇപ്പോൾ ആരും അല്ലെങ്കിലും ജനങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന റഹ്മത്തുള്ള ഖാസിമിയാണ്. പിന്നെ എന്താണ്, ദാറുൽ ഖുർആൻ്റെ പ്രിൻസിപ്പാളാണ്, ദാറുൽ ഖുർആൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, ഖുർആൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടറാണ്. അപ്പം എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ, ഒരു സാധാരണക്കാരനായ അബ്ദുൽ വാഹിദിനോട് തല്ലൂടാൻ വേണ്ടി നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുണമാണോ ദോഷമാണോ?
എനിക്കതെന്താണ് കുറച്ച്. അതേ സമയത്ത് അബ്ദുൽ വാഹിദ് പോയിട്ട് ഒരാൾ വേർതിരിച്ചു വരും നിന്നിലൂടെ. അമേരിക്കൻ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റനായിട്ടും അമേരിക്കയുടെ ചാരനായും അമേരിക്കയുടെ പ്രതിനിധിയുമായിട്ടാണ് ഇവിടെ എതിരിടാൻ വന്നതെങ്കിൽ ഈ നമുക്ക് പ്രശ്നമാണ്. അപ്പം പ്രശ്നമാണ്. അപ്പം നമുക്ക് നമ്മളെ മുന്നിൽ അബ്ദുൽ വാഹിദ് എന്ന വ്യക്തി വരുന്നുണ്ടെങ്കിലും അവിടെ അബ്ദുൽ വാഹിദ് അല്ല വരുന്നത്, അവിടെ അമേരിക്ക വരുന്നത്. നിന്നിലൂടെ ഇവിടെ പണി നടത്തുന്നത് അമേരിക്കൻ സർക്കാരാണെന്ന് മനസ്സിലാക്കൂ. നിന്നിലൂടെ ഇവിടെ പണി നടക്കുന്നത് മനസ്സിലായില്ലേ? നിന്നിലൂടെ ഇവിടെ കളിക്കുന്നത് ബ്രിട്ടൻ ആണെന്ന് മനസ്സിലാക്കിയാൽ അവിടെ നമുക്ക് വിഷയം ആവും. എന്തുകൊണ്ട്? അവിടെ അബ്ദുൽ വാഹിദ് അല്ല വിഷയം എന്താണ്? ബ്രിട്ടന്റെ പ്രതിനിധിയാണ്. ബ്രിട്ടൻ രണ്ടാമത് ഇന്ത്യയെ ഒന്നുകൂടി അടിമപ്പെടുത്താനുള്ള ശ്രമമാണ് അബ്ദുൽ വാഹിദിലൂടെ. അപ്പൊ അവിടെ അബ്ദുൽ വാഹിദ് എന്ന വ്യക്തിയല്ല അവിടെ വിഷയം. പിന്നെന്താ വിഷയം ബ്രിട്ടനാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു ഘട്ടത്തിൽ അത് മനസ്സിലാക്കിയെടുക്കുക തന്നെ വേണം. ഇപ്പൊ ഇവിടെ ചേക്കുട്ടി പൂക്കുട്ടി എന്ന പോലെ ആളുകളും ആ വാര്യം കുന്നനോടും മറ്റുമൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഒരു ചേക്കുട്ടിയാവുമ്പോൾ അവർക്ക് പ്രശ്നമില്ല. അതേസമയത്ത് ബ്രിട്ടന്റെ പങ്ക് പറ്റുന്ന ബ്രിട്ടന്റെ പോലീസ് ഓഫീസർ ആവുമ്പോൾ അത് പ്രശ്നമാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? പല ചേക്കുട്ടികളും പല പൂക്കുട്ടികളും ഇവിടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആലിമുസ്ലിയാർക്കെതിരെയും വാര്യംകുന്നനെതിരെയും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നാട്ടിലെ എല്ലാ തിന്മകൾക്കും നേതൃത്വം കൊടുക്കുന്ന ഇയാൾ ആരുടെ ആളാണ്? ആരുടെ ആളാണ്? അപ്പൊ അവിടെ ചേക്കുട്ടി എന്നത് ഇയാളെ പേരാണെങ്കിലും അവിടെ വരുന്നത് ചേക്കുട്ടിയല്ല. പിന്നെ അവിടെ ആരാ വരുന്നത്? ബ്രിട്ടനെ വരും. അപ്പൊ പ്രശ്നമാണ്. ആ ബ്രിട്ടനോട് എതിരിടുകയാണ്. അവിടെ ചേക്കുട്ടിയോടല്ല എതിരിടുന്നത്. പിന്നെ ആരോടെ എതിരുന്നത്? ബ്രിട്ടനോടാണ്. അത് ആലിമുസ്ലിയുടെ സ്റ്റാൻഡുമാണ്. മറ്റേത് ആലിമുസ്ലിക്ക് കുറച്ചിലാണ്. അബൂജഹലിനോട് തല്ലൂടെ എന്നാണ് റസൂലുള്ളാഹിക്ക് കുറച്ചില്ല. നിങ്ങൾ എന്താ റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം? നിങ്ങൾ ചോറുണ്ടാക്കി തിന്നാൽ പോരല്ലോ. റബീഉൽ അവ്വൽ 12 ചോറുണ്ടാക്കി തിന്നിട്ട് കണ്ട നുണയൊക്കെ പറയുന്നേ. ആദ്യം ആരാണ് ഇവിടെ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്? അത് പഠിക്കുക. അത് മുസ്ലിം ലോകത്തിന് വന്നിട്ടുള്ള ഒരു വൻ ദുരന്തവും തകർച്ചയാണ്. അപ്പോൾ പിന്നെ മുൻഗാമികൾക്ക് അതെന്തെന്ന് എനിക്കറിയൂല. എനിക്കിപ്പോൾ മുൻഗാമിനെ വിളിപ്പിക്കലോ കളിപ്പിക്കലോ നിൻ്റെ ലക്ഷ്യമില്ല. എനിക്ക് മനസ്സിലാവുന്നത് അവരെ കാലഘട്ടത്തിൽ പല 2 കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുക എന്നത് അവരുടെ കാലത്ത് പ്രയാസകരമായ കാര്യമാണ്. നമ്മളെ കാലത്ത് എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു സെക്കൻഡിൽ എനിക്ക് കേംബ്രിഡ്ജിലെ വിജ്ഞാനങ്ങളെ മുന്നിൽ വായിക്കാം. പണ്ട് നമ്മളെ പണ്ഡിതന്മാർക്ക് കേംബ്രിഡ്ജ് എന്ന സാധനം ഉണ്ടോന്ന് പോലും അറിയില്ല. അവർക്കതിന് ആവശ്യമില്ല. അവരുടെ കാലത്തിന് ഫിറ്റാണ്. അവരെ കുറ്റമല്ലാതെ അവർക്കതിന് ആവശ്യമില്ല. പക്ഷെ ഇത് ആവശ്യമായി വന്നു 19-ാം നൂറ്റാണ്ടോടുകൂടി. അപ്പോഴത്തിന് മുസ്ലിം സമൂഹം ആത്മീയമായി തകർന്നുപോയി. പിന്നെ 20-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്തെ വിജ്ഞാനത്തെ ഭരിച്ചത് 100% വഹാബി പണ്ഡിതന്മാരാണ്. അവർ ആ ഭാഗത്തേക്ക് ചിന്തിക്കൂല. എന്തുകൊണ്ട്? ഒരു പിശാജ് യൂറോപ്യൻ പിശാജ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സ്വാധീനിച്ചതിനാൽ ഉണ്ടായിത്തീർന്നതാണ് വഹാബിസം. അതൊരു പിശാജാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നവോത്ഥാന നായകനാണ് എന്ന് ഏത് ആള് പറഞ്ഞാലും അലിഫയക്കറിയില്ല എന്നതിൻ്റെ അർത്ഥം. വിവരം ഉണ്ടാവില്ല. അയാൾ നവോത്ഥാന നായകൻ. മറ്റേ തങ്ങൾ പറഞ്ഞു, തങ്ങന്മാർക്കൊക്കെ എന്തുണ്ട് കാര്യങ്ങളോട് പറഞ്ഞു. അങ്ങനെ മറ്റേ തങ്ങൾ പറഞ്ഞു, മറിച്ചേ തങ്ങൾ പറഞ്ഞു. തങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ അന്തക്കട് വാങ്ങാക്കും പറ്റും. ബാപ്പക്ക് തങ്ങൾക്ക് അന്തക്കട് പറ്റില്ല എന്ന് ആര് പറഞ്ഞു? അന്തക്കട് വെച്ചാലോ മഹാനാവുമ്പോൾ തന്നെ വിവരമില്ല. അതേപോലെ ഈ ദുനിയാവിലെ എല്ലാ വിവരം പൂക്കോയ തങ്ങൾക്ക് ഉണ്ട് എന്ന് ആരെങ്ങളോട് പറഞ്ഞു. പൂക്കോയ തങ്ങൾ മഹാനാണ്. അതേസമയത്ത് വിവരമില്ലായ്മ ഉണ്ടാവും. എന്തുകൊണ്ട് വിവരം അവരുടെ പ്രൊഫഷൻ ആവില്ല, പഠിക്കല്ല അവർ വിഷയമാവില്ല. അവർ വലിയ വിജ്ഞാനിയായിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരം അവർ പറഞ്ഞു കൊടുത്ത് പൊട്ടത്തിലുണ്ടാവും. അതേസമയത്ത് അവർ മഹാനാവുന്നത് വിവരത്തിലൂടെയല്ല. അവർ മുസ്തഫ റസൂലുള്ളാഹിന്റെ പേരെ കൂട്ടിയിട്ടാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞു ഒരു വിജ്ഞാനത്തിൻ്റെ ശകലം പൂക്കോയത്തങ്ങൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചോളന്നില്ല. എന്തുകൊണ്ട്? പൂക്കോയത്തങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ട്. വിവരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കാൻ നോമ്പ് എടുക്കാൻ അറിയില്ല എന്നല്ല. മനസ്സിലായില്ല? ഒരു ഇസ്ലാമിക് സ്കോളർ എന്ന രൂപത്തിലുള്ള വിവരം അവർക്ക് ഉണ്ടായിക്കോളുന്നില്ല.
നമ്മൾ അവരെ വിവരസ്ഥൻ എന്ന നിലക്കല്ല ബഹുമാനിച്ചതും. അവർ മുസ്തഫ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയും സാത്വികനും വളരെ സാത്വികനായ സത്യസന്ധനായ അള്ളാഹുവിൻ്റെ വലിയ ഒരു മഹാനായ സയ്യിദ് എന്ന നിലക്കാണ്. ഇതൊക്കെ അവർക്ക് വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. വലിയന് വിവരം ഉണ്ടായിക്കൊള്ളുന്നുണ്ട്. വലിയാണ്, വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതൊക്കെ രണ്ട് വിഷയമാണ്. എന്നിട്ട് പറയുമ്പോൾ തന്നെ പൂക്കോയ തങ്ങൾക്കെതിരെ പറഞ്ഞു, വാഫക്ക് തങ്ങൾക്കെതിരെ അതേ പറഞ്ഞു. എന്നിട്ട് എന്താ കുന്നത്തിൽ നാട്ടാൻ തീരുമാനിച്ചു. ഞാൻ വാഫക്ക് തങ്ങൾക്കെതിരെ പറഞ്ഞു, ഇക്കോട്ടെ വാഫ തങ്ങൾക്ക് വിവരം ഉണ്ടാവില്ല. വിവരമാണ്, അരിക്കച്ചവടക്കാരനാണ്, കിതാബ് നോക്കണ പണിയല്ല, അരി നോക്കണ പണിയാണ്. നമ്മൾ മുമ്പൊരു വിവരസ്ഥനായതുകൊണ്ടല്ല മുമ്പ് സ്വീകരിച്ചത്. മുമ്പ് സത്യസന്ധനും സ്വാലിയുമായ അങ്ങനത്തെ മനുഷ്യണ്ടാക്കാൻ വേണ്ടി എന്നും ദ്വാരക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ട്? വിവരം നമ്മൾക്ക് കണ്ടെത്തി പറഞ്ഞു കൊടുക്കുക, പക്ഷെ നടപ്പിലാക്കാൻ പറ്റിയ ആൺകുട്ടിയാണല്ലോ. അതാണ് വാഫക്ക് തങ്ങൾ പൂക്കോയ തങ്ങൾ. അവിടെയാണ് ഓരോ സ്റ്റാൻഡ്. അപ്പോൾ മുൻഗാമികളായ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾക്കുള്ള സൗകര്യം ഉണ്ടാവില്ല. പിന്നെ അവരുടെ കാലത്ത് അത് ആവശ്യമില്ലാത്ത സാധനമാണ്. ഇപ്പം യൂറോപ്പിലെ നാട്ടിലില്ല. യൂറോപ്പിലെ നാട് AD 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് പൊളിറ്റിക്കലായി കയറുന്നത്. നേരത്തെ മർച്ചൻസ് ആയിട്ട് കയറിയിട്ടുണ്ട്, കച്ചവടക്കാർ. പൊളിറ്റിക്കലായി നമ്മുടെ നാട്ടിലെ ഭരണകാര്യത്തിൽ അവർ പ്രവേശിക്കുന്നത് AD 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ്. ഈ പ്ലാസി യുദ്ധത്തിന് ശേഷം ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോഴത്തേന് പിന്നെയും നേരം വൈകി. അപ്പോൾ അവർ 19-ാം നൂറ്റാണ്ടിലൂടെ കയറി 20-ാം നൂറ്റാണ്ടിൽ അവർ കരാളഹസ്തങ്ങളിൽപ്പെട്ട് നമ്മളാളുകൾ ഞെരിഞ്ഞു. അപ്പോഴേ നമ്മളെ നാട്ടിൽ ബ്രിട്ടൻ പ്രശ്നമുള്ളൂ. AD 1502 ഇവിടെ അടിമപ്പെടുത്താൻ വേണ്ടി പോർച്ചുഗീസുകാർ വരുന്നത്. അതിൻ്റെ മുമ്പ് പോർച്ചുഗീസുകാർ എന്നത് നമുക്കൊരു വിഷയമല്ല, അത് പഠിക്കേണ്ട ബാധ്യതയും നമ്മളെ പണ്ഡിതന്മാർക്കില്ല. AD 1502 വാസ്കോഡി ഗാമയുടെ 2ാം വരവോടുകൂടി നമ്മളെ അടിമപ്പെടുത്താൻ വേണ്ടി അവർ വന്നപ്പോൾ അവരുടെ പാരമ്പര്യത്തെ നമ്മളെ പണ്ഡിതന്മാർ പഠിച്ചു. എന്നിട്ട് കണ്ടെത്തി ഇവർ വർഗീയവാദികളാണ്, ഇവർ ഭീകരവാദികളാണ്, ഇവർ നാട്ടിലെത്തിയാൽ ആ നാട് നശിപ്പിക്കും, ഇവർ സംസ്കാര രാഹിത്യമുള്ളവരാണ്, ഇവർ കാണു പെണ്ണ് വ്യത്യാസമല്ല, നടുറോട്ടിൽ വ്യഭിചരിക്കാൻ പ്രശ്നമില്ലാത്തവരാണ്, ഇവരെ സംസ്കാരം നമ്മൾ ആ യുവക്കൾ ഉൾക്കൊണ്ടാൽ നമ്മൾ നാട് നശിക്കും എന്നവർ ചരിത്രം പഠിച്ചു. അതിൻ്റെ മുമ്പ് അവർക്ക് മനസ്സിലായില്ല. 16-ാം നൂറ്റാണ്ടിൻ്റെ AD 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ആര് വരുന്നത്? വാസ്കോഡി ഗാമയുടെ 2ാം വരവ് വരുന്നത്. അതോടുകൂടെ നമ്മൾ അടിമപ്പെടുത്തുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർ ആരാന്ന് പഠിക്കാൻ നമ്മളെ പണ്ഡിതന്മാർക്ക് ബാധ്യത ഉണ്ടായി. അതിന് മുമ്പ് അവർ പഠിക്കേണ്ടേ ഇല്ല. വെറുതെ എന്തിനാ ഒരു സമയം കളയുന്നു? ഇപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ ശുദ്ധീകരിച്ചു, മനസ്സിനെ ശുദ്ധീകരിച്ചു. മക്കയെയും ശുദ്ധീകരിച്ചു, മനസ്സിനെ ശുദ്ധീകരിച്ചു. പിന്നെ അവിടെ ശുദ്ധത നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ അശുദ്ധത? അവിടെ ഒരു അശുദ്ധത വന്നിട്ടുണ്ടല്ലോ. ആ അശുദ്ധതയുടെ ബേസ്മെന്റ് എന്താണ് എന്ന് പണ്ഡിതന്മാർ പഠിക്കാതിരുന്നത് സ്വാഭാവികം. എന്തുകൊണ്ട്? അത് പോയല്ലോ. ഇപ്പൊ അവരാരും ഇല്ലല്ലോ. എന്തിനാ അതിന് പഠിക്കണം? ഇവിടെഞ്ഞിപ്പോൾ വേണ്ടത് കിട്ടിയ മതത്തിനെ ശരിക്ക് ജനങ്ങൾ ഉൾക്കൊള്ളാവുന്ന വിധത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകവും പുറവും മനസ്സിലാക്കി കൊടുക്കുക. ഇന്നലെ നശിച്ചോ തിരിച്ചോ പോയ ശത്രുവിനെ പറ്റി ഇന്ന് പറയേണ്ട ഒരു ആവശ്യം, പഠിക്കേണ്ട ആവശ്യം അപ്പോൾ പണ്ഡിതന്മാർക്ക് ഇല്ല. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അതായത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയെ ശുദ്ധീകരിച്ചു. മക്ക കൊണ്ട് മലിനപ്പെട്ട കഅബയെ ശുദ്ധീകരിച്ചു, മക്കയും ശുദ്ധീകരിച്ചു. ആ മാലിന്യം ഹൃദയത്തിനെയും ബാധിച്ചിരുന്നു, ആ ഹൃദയത്തിനെയും ശുദ്ധീകരിച്ചു മുഹമ്മദ് മുസ്തഫ. പിന്നെ അവിടെ എന്തായിരുന്നില്ല, പൂർണ്ണമായി ഒഴിവായി. പിന്നെ ആയിരക്കണക്കായ കൊല്ലങ്ങൾ മക്കയിലേക്ക് കടന്നു കയറാൻ ആരാണോ മക്കയെ അശുദ്ധമാക്കിയത് അവർക്ക് കഴിഞ്ഞില്ല. അവർ വരും എന്ന പേടിയും ആ കാലഘട്ടത്തിൽ അവർ പിന്നെ തിരിച്ചു വരൂല. തല കൊടുത്ത് ചിന്തിക്കണം, തല കൊടുത്തിട്ട് ചിന്തിക്കണം. അവർ വരൂല്ല, പിന്നെ അവർ പോയി കഴിഞ്ഞു, നശിപ്പിക്കപ്പെട്ടു. ഇനി ആ സംസ്കാരം തിരിച്ചു വരൂല എന്ന് ഉറപ്പുള്ള ഒരു കാലത്ത് പിന്നെ അവർക്ക് എന്ത് പഠിക്കേണ്ടതുണ്ട്? ഈ കിട്ടിയ ദീന് ജനങ്ങൾക്ക് അതിൻ്റെ ഫിഖ്ഹും അതിൻ്റെ അഖീദയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി അതിൻ്റെ തജ്വീദും, ഖുർആൻ പാരായണത്തിൻ്റെ തജ്വീദ്, കർമ്മശാസ്ത്രത്തിൽ ഫിഖ്ഹ്, വിശ്വാസശാസ്ത്രത്തിൽ അഖീദ, പിന്നെ ഇഹ്സാൻ, ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പണ്ഡിതന്മാർക്ക് അവർ ആയുസ് മുഴുവൻ ചെലവഴിച്ചാലും മതിയാവില്ല. അതിനും മാത്രം പഠിക്കാണ്ട്. അപ്പോൾ ഇന്റേണൽ തോട്ട്സ്, അതായത് അവരുടെ ഉള്ളിലുള്ള
വിഷയങ്ങളുടെ ചിന്തകൾ തന്നെ പഠിക്കാൻ ഒരായുസ് ചെലവഴിച്ചാലും മതിയാവണില്ല. അങ്ങനത്തെ വിഷയമാണ് റസൂൽ അവരെ ഏൽപ്പിച്ചത്. അപ്പോൾ അവർ അയിമ കൂടി കിതാബുകൾ എഴുതി. അപൂർവം ചില പണ്ഡിതന്മാർ ബാക്കിലേക്ക് ചിന്തിച്ചു. അതും തന്നെ ഉൾക്കൊള്ളാത്ത ജനതക്കപ്പുറം മുന്നിൽ അതിനപ്പുറം അവർ പറഞ്ഞു കൊടുത്തതുമില്ല. എന്നോട് പറഞ്ഞു കൊടുത്തവർക്ക് മനസ്സിലാവൂല. അതിൽപ്പെട്ട ഒരാളാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഗ്രന്ഥരചന നമ്മൾ സമൃദ്ധമാണ് ഇപ്പോൾ. അതായത് ഇനിയിപ്പോൾ എന്തും നടത്തിയാലും മുസ്ലിമീങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഈ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കായ ഹദീസുകൾ നശിപ്പിക്കപ്പെട്ടു. ഇന്നോട് നമുക്കൊന്നും പറ്റില്ല. എന്തുകൊണ്ട്? ഖുർആൻ നശിപ്പിക്കാൻ ആർക്കോട്ട് കഴിയൂല. ഹദീസ് നശിപ്പിക്കാൻ പറ്റൂല എന്ന് അള്ളാഹ് ഏറ്റിട്ടില്ല. അള്ളാഹ് എന്തേ ഏറ്റിട്ടുള്ളൂ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ ഒരാൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അത് വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. ഒരിക്കലും കഴിയില്ല. ഹദീസ് എന്റെ ഹിഫ്ള് അള്ളാഹ് ഏറ്റിട്ടില്ല. അപ്പോൾ ലക്ഷക്കണക്കായ ഹദീസ് നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല. എന്തുകൊണ്ട്? ഹദീസ് നശിപ്പിക്കപ്പെടുന്നത് ഹബീബ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ഒരു 400-500 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ ഫാൾ ഓഫ് ബഗ്ദാദ് ഉണ്ടാകുന്നത് 13-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ്. AD. ഫാൾ ഓഫ് ബഗ്ദാദ് ഉണ്ടാകുന്നത് AD. ഹബീബ റസൂലുള്ളാഹി AD 7-ാം നൂറ്റാണ്ടിൽ വഫാത്തായി. AD 13-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഫാൾ ഓഫ് ബഗ്ദാദ് ഉണ്ടാകുന്നത്. ഫാൾ ഓഫ് ബഗ്ദാദ് ഉണ്ടാകുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത്? ലക്ഷക്കണക്കായ ഹദീസ് നഷ്ടപ്പെട്ട്. അപ്പൊ ഇതിനിടയിൽ ഹദീസ് നിറഞ്ഞെന്ന ഒരു 10-600 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഖുർആനെയും ഹദീസിനെയും കമ്പയർ ചെയ്തിട്ട് ആയിരക്കണക്കായ കിതാബുകൾ വന്നിട്ടുണ്ട്. ആ കിതാബുകൾ ലോകത്ത് ഒരിടത്തല്ലെങ്കിൽ ഒരിടത്ത് നിലനിന്നിട്ടുണ്ട്. ആ പണ്ഡിതന്മാർ ഒരിടത്തൊരിടത്തിൽ അല്ലെങ്കിൽ ഒരിടത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് നശിപ്പിക്കപ്പെട്ടാലും നമുക്ക് പ്രശ്നമില്ല. നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മളെ ഉള്ളിലല്ല ഉള്ള യുക്തിവാദികൾക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് ഹദീസ് കിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലെ യുക്തിവാദികളാണ് വഹാബികൾ. ആ വഹാബികൾക്ക് ഹദീസ് കൊടുക്കുന്ന നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ഹദീസുകൾ നശിപ്പിക്കപ്പെട്ടു. എന്നാൽ കിതാബുകൾ വ്യക്തമായി ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ കിതാബുകൾ എഴുതി വെച്ചത് എന്തിന്റെ ആശ്രയിച്ചിട്ടാണ്? ഖുർആനും ഹദീസ്. എന്നൊക്കെ പറയുന്നത് മനസ്സിലാവണില്ലേ? അത്രയും പണി അവരെടുത്തു. അപ്പൊ പിന്നെ നശിപ്പിക്കപ്പെട്ട ഒരു സംസ്കാരം, ആ സംസ്കാരത്തിന്റെ ആഴത്തിലേക്ക് പോകേണ്ട ബാധ്യത അവർക്കില്ല. പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം ലോകം ക്ഷയിക്കാൻ തുടങ്ങി. ക്ഷയിക്കുമ്പോൾ പിന്നെ പണ്ഡിതന്മാർ അവരവരുടെ കാര്യം നോക്കുള്ളൂ. അവരെ വീട് പരിസരം കാര്യം, അവരെ ജോലി ഇത്രയേ നോക്കുള്ളൂ. ഇപ്പൊ ഇന്ന് ലോകത്ത് മുസ്ലിം ലോകം എന്താ ചെയ്യുന്നത്? ഇന്ന് മുസ്ലിം പണ്ഡിതന്മാർ എന്താ ചെയ്യുന്നത്? അവരിങ്ങനെ ദർശനത്തിനുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നില്ല. ഒരു പുതിയ വർക്ക് വരുന്നില്ല. ക്ഷയം സംഭവിച്ചു. പിന്നെ ഒരു കാര്യത്തിന് പ്രോത്സാഹനം വേണം. ഇപ്പം ഞാൻ ഒറ്റക്കാണ് ഈ പ്രസംഗങ്ങൾ ആരും വരില്ല നോക്കുക. നിങ്ങളാരും ഇവിടെ വരില്ല എങ്കിൽ ഞാൻ ഒരു ദിവസം പ്രസംഗിക്കും, 2 ദിവസം പ്രസംഗിക്കും, 3-ാം ദിവസം നുമാനോട് പറയും, നുമാനെ അതിരാവിലെ തന്നെ ആയിക്കോളെന്ന് വാജിബൊന്നുമില്ലല്ലോ, നമുക്ക് ഉച്ചന് ശേഷം ആയിക്കൂടെ, ഏതായാലും ആളൊന്നും വരുന്നില്ല. അങ്ങനെ അപ്പം നുമാൻ പറയും എന്ത് ആയിക്കോട്ടെ, എന്നാ ഉച്ചന് ശേഷം നമുക്ക് കടിയാ. പിന്നെ രാവിലത്തെ ഉച്ചനേശത്തേക്ക് മാറ്റും. പിന്നെ ഉച്ചനേശം പിന്നെ അത് 4-ന്റെ ശേഷം ആക്കും. പിന്നെ അതവിടെ നിൽക്കും. എന്തുകൊണ്ട്? നിങ്ങളുടെ ഭാഗത്ത് എന്തില്ല? പ്രോത്സാഹനമില്ല. ഇസ്ലാമിക ഖിലാഫത്ത് തകർന്നതിന് ശേഷം ഗവേഷണങ്ങൾക്ക് എന്ത് കിട്ടിയില്ല? പ്രോത്സാഹനം കിട്ടിയില്ല. അപ്പോൾ മുസ്ലിം ലോകം ഗവേഷണം നിർത്തി. ഇങ്ങനെ പറയാം. കാരണം പണ്ഡിതന്മാർക്ക് എന്ത് കിട്ടണം? അതെന്തിനും അങ്ങനെയാണ്. നമ്മളൊരു കുട്ടി ജയിച്ചു വരുമ്പോൾ A+ ഫുള്ള് വാങ്ങി എനിക്ക് സൈക്കിൾ വാങ്ങിത്തരാന്ന് പറയുന്നുണ്ടല്ലോ. ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ വിഷയമൊന്നും അല്ലെങ്കിലും ആ കുട്ടിക്കതൊരു പ്രോത്സാഹനമാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ കുട്ടി സൈക്കിളല്ല, കാറാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ സൈക്കിൾ കൊടുത്താൽ കുട്ടി പഠിക്കും. എന്തുകൊണ്ട്? എൻ്റെ പഠനത്തെ ആ സൈക്കിളല്ല അവിടെ കണ്ണ്, പകരം എന്താണ്? എൻ്റെ പഠനത്തെ ബാപ്പ പരിഗണിച്ചല്ലോ എന്നുള്ളതാണ് കുട്ടിയുടെ വിഷയം. ഞാൻ 22 പ്രഭാഷണം നടത്തി വഹാബിസത്തിനെ പറ്റി. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു കാലിച്ചായ എനിക്ക് വാങ്ങി തന്നിട്ടില്ല, ഒരാൾ പോലും. ഏതായാലും നിങ്ങളൊരു കാലിച്ചായ നെയ്യപ്പം വാങ്ങിക്കോളി. നിങ്ങൾ മൂത്തേടത്തേക്ക് പോകുമ്പോൾ ഒരു ചായ നെയ്യപ്പം കുടിച്ചോളി. ഒരു 20 ഉറുപ്പ്യ ഒരാൾ എൻ്റെ പോക്കറ്റ് തന്നിട്ടില്ല. തരാൻ വേണ്ടി പറയല്ല. ഒരു 20 ഉറുപ്പ്യ ഒരു ചായക്കും നെയ്യപ്പത്തിനുള്ള പൈസ. അതിനുശേഷം ഇന്ന് വരെ ഞാൻ കേട്ട ചീത്തക്ക് കയ്യും കണക്കും ഇല്ല. അതൊരു പഠനാണ്.
അന്ന് ഞാൻ 22 പ്രസംഗം നടത്തി. ഈ പ്രസംഗം ഞാൻ തുർക്കി ഖിലാഫത്തുള്ള കാലത്താണ് എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു കണ്ടെത്തലിൻ്റെ ഗവേഷകനായിട്ട് എന്നെ ആദരിക്കപ്പെടും. സംശയമില്ല. എന്തുകൊണ്ട് കേരളീയ ചരിത്രത്തിൽ അതിന് സമാനമായ പ്രഭാഷണം നടന്നിട്ടില്ല? വഹാബിസത്തെയും സ്വീകരിക്കാം എന്ന് സുന്നി സംഘടനകൾ മനസ്സിലാക്കിയ കാലത്താണ് ആ പ്രഭാഷണം നടത്തി എന്നത് മാത്രമാണ് ആ പ്രഭാഷണത്തിൻ്റെ കുറ്റം. ഇത് വരക്കൽ മുല്ലക്കോയത്തങ്ങളുള്ള കാലത്താണ് എങ്കിൽ കേരളത്തിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കായ ആളുകളെ കടപ്പുറത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് എനിക്ക് അവാർഡ് തരും. മുല്ലക്കോയത്തങ്ങളായിട്ടാണെങ്കിൽ പറഞ്ഞ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഒരു പ്രോത്സാഹനം ഇപ്പോഴത്തെ ഒരു കാര്യത്തിന് പ്രോത്സാഹനം വേണം. പിന്നെ ഞാനെന്തേ നടത്തിയ പ്രോത്സാഹനം ഒന്നും ഇല്ലാതെ കയ്പായിട്ട് നടത്തിയത്. എന്തുകൊണ്ട്? അത് ജീവിത നിയോഗമാണ്. അത് ചെയ്തിരിക്കണം. എനിക്ക് ശേഷം ഇനിയൊരു ജനത വന്നാൽ ചിലപ്പോൾ അത് ആവശ്യമായി വരും. അല്ലെങ്കിൽ മഹ്ശറിലെങ്കിലും അല്ലാഹു തആല കൂലി വരും. എന്തുകൊണ്ട്? എൻ്റെ നിയ്യത്ത് ഖാലിസത്താണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ജനങ്ങൾ വഹാബികളാണ്. അത്ര മോശപ്പെട്ട ഒരു ജനത ലോകത്തില്ല. എൻ്റെ പഠനത്തിലില്ല, ഒരാളും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തു പറയാം? ഒരു RSS ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ RSS ഒക്കെ ഇതൊക്കെ മോശപ്പെട്ട മുസ്ലിമീങ്ങളെ കൈത്തർക്കണം എന്ന് പറയുന്ന സംഘടനകളല്ലേ, ആയിക്കോട്ടെ. മുസ്ലിമിനെ കൈത്ത് അനിവാര്യമായ സംഗതിയല്ലല്ലോ. മുസ്ലിമീങ്ങൾക്ക് കഴുത്ത് എന്ന് പറയുന്നത് ഉണ്ടാകൽ ബാധ്യതയായ നിർബന്ധമായ, മനസ്സിലായില്ല, പേരറിയൽ വാജിബായ 10 മലക്കുകൾ എന്ന് പറഞ്ഞ മാതിരി ഉണ്ടാകൽ നിർബന്ധമായ അവയവങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് തലപെടൂല. മനസ്സിലാവേണ്ട പറഞ്ഞ ചിന്തിക്ക്. മുസ്ലിമീങ്ങൾക്ക് തല അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കും, നീ പോവും. തല നിലനിർത്തുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ ബാധ്യതയല്ല. തല പോയാലെന്ത്? മുസ്ലിമീങ്ങൾക്ക് ഒരു വിഷയമുള്ളൂ, എന്ത്? തല പോകുന്ന നേരത്തും ഹൃദയം നേരക്കണം അല്ലേ? അതല്ലേ നമ്മൾ ബാധ്യത. അത്രയേ ഉള്ളൂ. തല പോയാലെന്താ? യുദ്ധത്തിന് പോകണമോ എന്ന് ചില ആളുകൾ, അനിവാര്യമായ യുദ്ധം വന്നു, പോകണമോ എന്ന് ചില ആളുകൾ മടിക്കുന്ന നേരത്തല്ലേ ആയത്ത് വന്നത്? സുഭദ്രമായ കോട്ട കെട്ടിയിരുന്നാലും മരിക്കേണ്ട നേരത്ത് മരിക്കും, പുറത്തിറങ്ങും. ഖുർആന. യുദ്ധത്തിന് പോകുന്ന കാര്യത്തിൽ ചില ആളുകൾക്കൊരു മടിയുണ്ട്. അനിവാര്യമായ യുദ്ധം. അങ്ങനെ അനിവാര്യമായ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ മടി വന്നപ്പോൾ ഖുർആൻ എന്തു പറഞ്ഞു? അയ്നമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം എത്തിച്ചേരും. വഇൻ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ സുഭദ്രമായ കോട്ട കെട്ടിയിരുന്നാലും മരിക്കണ നേരത്ത് മരിക്കും. അപ്പം മരിക്കാൻ പ്രേരിപ്പിക്കുക, തല പോകാൻ അവിടെ പ്രേരിപ്പിച്ചത്. അതേസമയത്ത് ഖുർആൻ ഒരിക്കലും നശിപ്പിക്കരുതെന്ന് പറഞ്ഞ അവയവം ഹൃദയമാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്. അതാണ് ഖുർആൻ അവസാനത്തെ വസിയത്ത്. എന്ത് നഷ്ടപ്പെട്ടാലും ഹൃദയത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെടുത്തരുത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഓത് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു. നെഞ്ചിൻ്റെ ഉള്ളിൽ നാശങ്ങൾ നോക്കിക്കോ. ഇതാണ്. ഇതോടുകൂടെ ഖുർആൻ അവസാനിച്ചു. ഇനി സദഖല്ലാഹുൽ അലീം മാത്രമേ ഉള്ളൂ. ഇപ്പൊ വേറെ സൂറത്തുണ്ടോ? ഒന്നാമത്തെ സൂറത്ത് തന്നെ പറഞ്ഞ് സൂറത്തല്ലദീന അൻഅംത അലൈഹിം, ഹൃദയം നേരെയാക്കിയവരെ കൂടെ നടന്നു. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഹൃദയം പേച്ചുപോയവരെ കൂട്ടത്തിൽ കൂടണ്ട. അവസാന സൂറത്ത് തന്നെ പറഞ്ഞത് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. തല വെട്ടുമ്പോഴും ഹൃദയം നേരെ നിർത്തും. ഇതാണ് സ്ഥിരം. തല കാക്കൽ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ നമ്മളെ പ്രശ്നം ഹൃദയം എങ്ങനെ വളഞ്ഞാലും വേണ്ടില്ല, എന്ത് പോകരുത്? തല പോകരുത്. കാരണം മന്തി തിന്നണമെങ്കിൽ തല വേണമല്ലോ. അതാ ജ്യൂസ് കുടിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരു നാട്ടിൽ ക്യാൻസർ അധികരിച്ചപ്പോൾ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഭക്ഷണ രീതികൾ, അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 കൊല്ലം മുമ്പ് ഒരു കൂട്ടർ എന്നെ വന്ന് നിർബന്ധിച്ച് വിളിച്ചു പോയി. എന്തുകൊണ്ട്? ക്യാൻസർ അധികരിക്കാൻ ഒരു ഏരിയയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ അവിടുത്തെ എന്ത് പറഞ്ഞു, എന്നോട് വന്ന് പറഞ്ഞവരോട്, ഇത് നിങ്ങളോട് 4 ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ആ ഏരിയയിലെ പള്ളിയിലെ ഉസ്താദ്മാരെ വിളിച്ചു കൂട്ടി. എന്താണ് ആരോഗ്യ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ നടത്തിയ ഒരു പ്രസംഗമാണ്. അതിൽ ഏകദേശം 40-50 ഒക്കെ മഹല്ലുകളിലെ സദറുസ്താദ്മാർ, പിന്നെ
ഖത്തീബന്മാരൊക്കെ ഉള്ളത്. എന്തിനാ അത് പറയണത്? വെള്ളിയാഴ്ചകളിൽ അവർ പ്രസംഗിക്കാൻ വേണ്ടി മാറ്റർ കൊടുക്കലെന്ന് ഉദ്ദേശം. അങ്ങനെ പലതും പറഞ്ഞു വന്ന കൂട്ടത്തിൽ ജ്യൂസിനെ പറ്റി പറഞ്ഞു. ജ്യൂസ് ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പാനീയമാണ്, അത് കഴിക്കരുത്, അതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടും. എന്തൊക്കെ പൊല്ലാപ്പുണ്ടായി അതിൻ്റെ പേരിൽ. എന്തുകൊണ്ട്? ജ്യൂസ് കുടിക്കാതെക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഈ ജ്യൂസ് കുടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തല വേണം. തല ഉണ്ടായാലല്ലേ ജ്യൂസ് കുടിക്കാൻ പറ്റും. ആ പേരും വന്നു, എനിക്ക് ജ്യൂസ് ഉസ്താദ് എന്ന പേരും വന്നു. ഇതൊക്കെയാണ് മൗലവി, ജ്യൂസ് മൗലവി. അപ്പം ഇത് വളരെ നിങ്ങളിത് ഈ പറയുന്നത് ചിന്തിക്കണം. നമ്മളെ നാട്ടിൽ ഒരു പണ്ഡിതന്മാർക്ക് ഒരു ഗവേഷണം നടക്കണേയില്ല. അതേസമയത്ത് ഖിലാഫത്ത് നിലനിന്നിരുന്ന കാലത്ത് മുസ്ലിം ലോകത്തെ നശിപ്പിച്ച ഒരു ദുരന്തമാണത്. ആ ദുരന്തത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് എത്ര വട്ടം ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറയുമ്പോഴല്ലേ ഇത് ഞാൻ ഈ 23 കൊല്ലമായിട്ട് പറയണേ. 82 സൂറത്തിറങ്ങിയ പരിശുദ്ധ വീട് ഇന്ന് കക്കൂസാണ്. ഇതൊരു വിഷയം തന്നെ അല്ല എല്ലാവർക്കും. അപ്പം ഞാൻ തിരിച്ചു വരി. ഇത് സത്യം പറഞ്ഞാൽ ഇതിൽ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പുറത്താക്കിയ ജനത തിരിച്ചു വന്നു. എവിടേക്ക് വന്നു? മക്കയിൽ. ഇന്ന് മക്ക ഭരിക്കുന്നത് ആരെയാണോ നബി പുറത്താക്കിയത് അവരാണെന്ന് മക്ക വയ്ക്കുന്നത്. അവരുടെ സംസ്കാരം മക്കയിലേക്ക് തിരിച്ചെത്തി. ആരെയാണോ നബി പുറത്താക്കിയത് അത് പഠിക്കണം. അപ്പം നബി ആര്? നബി എന്ന് പറഞ്ഞാൽ ഒരു അബൂജഹലിനോട് പിടുത്തം കൂടാൻ വേണ്ടി വന്നു. അത് എനിക്കറിയാത്ത നബി. എൻ്റെ നബി അങ്ങനെയല്ല. എൻ്റെ നബിക്ക് അബൂജഹൽ വിഷയം തന്നെയല്ല. എൻ്റെ നബി അറിയാൽ ഒരു നബിക്കും അബൂജഹൽ വിഷയമില്ല. പിന്നെ റസൂലുള്ളാഹിക്ക് അബൂജഹൽ വിഷയമാണ്. അബ്ദുൽ വാഹിദ് വിഷയമാവുന്നത് അബ്ദുൽ വാഹിദ് അമേരിക്കയുടെ സൈനിക ക്യാപ്റ്റൻ ആകുമ്പോഴാണ്. അമേരിക്കയുടെ താല്പര്യം നിന്നിലൂടെ നടപ്പിലാവുമ്പോൾ പ്രശ്നമാണ്. അതാണ് വിഷയം. നമ്മളൊരു ഭരണാധികാരിക്ക് നേരാകാം, നേരല്ലാതെയാകാം, അത് നമുക്ക് വിഷയമല്ല. ഇപ്പം നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദി നമ്മളെ പ്രധാനമന്ത്രി, അത് നമ്മളൊരാളാണ്, നമ്മുടെ ഇന്ത്യക്കാരനാണല്ലോ. ആണോ അല്ലേ? പറയടോ, നമ്മുടെ ഒരു ഇന്ത്യക്കാരനല്ലേ? ഒരു ഇന്ത്യക്കാരന് തെറ്റും പറ്റിയാലും അത് നമുക്ക് മാപ്പാക്കാം, നമ്മളൊരാളെ. അപ്പം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണല്ലോ, പഠിച്ചോനൊന്നും അല്ലല്ലോ. മനുഷ്യനാകുമ്പോൾ എന്ത് പറ്റും? തെറ്റുപറ്റും. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് തെറ്റ് പറ്റിയാൽ നമുക്ക് ക്ഷമിക്കാനേ ഉള്ളൂ. പക്ഷെ ഇസ്രായേലിൻ്റെ താല്പര്യം പ്രധാനമന്ത്രിയുടെ നടപ്പിലാവുമ്പോൾ അത് നമുക്ക് പ്രശ്നം. അപ്പോൾ അവിടെ തെറ്റ് പറ്റിയത് നിസ്സാരമല്ല. അപ്പോൾ നമ്മളവിടെ അദ്ദേഹത്തെ കാണുക അദ്ദേഹമായിട്ടല്ല, പകരം ഇസ്രായേലിൻ്റെ പ്രതിനിധിയായിട്ട്. അവിടെ പ്രശ്നം. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ സംഭവിച്ചു എന്നറിയല്ല. സപ്പോസ് ഇസ്രായേലിൻ്റെ താല്പര്യമാണ്, ഇപ്പോൾ CAA NRC പോലത്തെ കാര്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ താല്പര്യമാണ് എന്ന് വരുമ്പോഴേ നമുക്ക് പ്രശ്നം. മറ്റത് നമ്മൾ പറഞ്ഞ തീരും. നമ്മൾ അവരെ മുഖം കാണിച്ചിട്ട് നമ്മൾ ഇവിടെ ആയിരക്കണക്കായ കൊല്ലങ്ങൾ നിലനിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ബാക്കിയാണല്ലോ, ഇത്തരം നിയമങ്ങൾ ഞങ്ങൾക്ക് വിഷയമല്ലേ, നമ്മളൊക്കെ ഇന്ത്യക്കാരനല്ലേ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതേസമയത്ത് അവർക്ക് അടിപ്പുറത്ത് വേരുണ്ടെങ്കിൽ അങ്ങനെ തീരൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതേ ഒരു മുസ്ലിം അല്ല എന്നുള്ളതാണോ നമ്മളെ പ്രശ്നം? ഏതെങ്കിലും കാര്യത്തിൽ ഇന്ത്യയിൽ ഒരു മുസ്ലിം പ്രധാനമന്ത്രി ആയിട്ടുണ്ടോ? പറയുടെ കുട്ടി, സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ എപ്പോഴെങ്കിലും എത്ര പ്രധാനമന്ത്രിമാർ മാറി മാറി വന്നു? ഒരു മുസ്ലിം പ്രധാനമന്ത്രി ആയിട്ടുണ്ടോ? മുസ്ലിം പ്രധാനമന്ത്രി ആകണമെന്ന് നമുക്ക് വാശിയുണ്ടോ, ആഗ്രഹമുണ്ടോ? എനിക്കില്ല. പിന്നെയോ നമുക്ക് കാര്യങ്ങൾ പറയാം. ഹിന്ദുക്കൾ അങ്ങനെ മോശപ്പെട്ട ജനതയല്ല, എന്ത് കാര്യം പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നവരാണ്. നമ്മളെ പൂർവികരെ, ഹബീബ റസൂലുള്ളാഹിന്റെ സ്വഹാബികളെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കയ്യും കാട്ടി സ്വീകരിച്ച് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തവരാണ് ഹിന്ദുക്കൾ. ഹിന്ദു ജനത നമ്മൾ നിസ്സാരപ്പെട്ട ജനതയല്ല, നമുക്കറിയാം. അതുകൊണ്ട് അവരെ കൂട്ടത്തിൽപ്പെട്ട ഏതൊരാളാണെങ്കിലും, ഇനി RSSന്റെ തലവനാണെങ്കിൽ പോലും നമുക്കവരോട് സംസാരിക്കാം, കാരണം അവർ ഇന്ത്യക്കാരാണല്ലോ. അതേ സമയത്ത് അവർ ഇസ്രായേലിൻ്റെ മുഖമാണെങ്കിൽ അത് നിസ്സാരാവില്ല. ഇതാണ് അബൂജഹൽ.